ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിച്ച് അതിർത്തി കടക്കാൻ അനുവദിക്കുന്ന വഴിപിഴച്ച സമീപനമാണ് യൂറോപ്പ് നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ ജനം ടിവിയോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഏറ്റവും സമാധാനപൂർണ്ണമായ രാജ്യം എന്നറിയപ്പെട്ടിരുന്ന സ്വീഡൻ ഇപ്പോൾ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് കാരണം ബഹുസ്വരത എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാണെന്നും ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജെ നന്ദകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ശേഷം അതിലേക്ക് വരാം. ഡെത്ത് ഓഫ് യൂറോപ്പ് മരിക്കുകയാണ്. ആ മരണത്തിൻ്റെ പ്രധാനമായ കാരണം മൾട്ടി കൾച്ചറലിസം എന്ന ഓമന പേരിട്ട് ബഹുസ്വരതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ വൻതോതിൽ പ്രീണിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്ന ആ അപകടകരമായ സമീപനമാണ് ഈ ഭീകരമായ മരണത്തിന് കാരണം. വി ആർ കമ്മിറ്റിംഗ് എ സൂയിസൈഡ്. പലയിടങ്ങളിലും അത്തരം ഗെറ്റോസ്, ഇസ്ലാമിക് ഗെറ്റോസ് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വീഡൻ 10-20 വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഒരു ലേഖനം വായിച്ചത്, ഹിന്ദുവിൽ വന്നൊരു ലേഖനം. സ്വീഡൻ ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ നേഷൻ ഇൻ ദ ഹോൾ വേൾഡ്. ഏറ്റവും സമാധാനപൂർണ്ണമായ നാടെന്നാണ് അന്ന് അതിനെക്കുറിച്ചുള്ള സ്ഥാനം. അതായത് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ സൂചികയിൽ ഏറ്റവും മുകളിലായിരുന്നു. ഇന്ന് സ്വീഡൻ ഏറ്റവും അപകടം പിടിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി. അതിൻ്റെയും കാരണം ഈ വഴിപിഴച്ച, കാഴ്ചപ്പാടില്ലാത്ത, ദൂരദൃഷ്ടിയില്ലാത്ത ആർക്കാണ് ഇത് അനുവദിക്കേണ്ടത്? എപ്പോഴും നമ്മൾ ഹൃദയവിശാലതയുള്ളവരായിരിക്കണം എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ ഹൃദയവിശാലത നിങ്ങൾ ആർക്കാണ്? ഇത് പഴയ അറബിക്കഥയിലെ ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്ത പോലെയാണ്. ഇന്നവർ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപക്ഷെ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഡൽഹിയിൽ നിന്നും ഗൗതം ചേർന്നുണ്ട്. ഗൗതം, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ്റെ ജെ നന്ദകുമാറിൻ്റെ വാക്കുകൾ അത് പ്രാവർത്തികമാക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടുവരുന്നത് തന്നെയാണ് ഭീകരവാദം. അതിനൊക്കെ ഇസ്ലാം നുഴഞ്ഞുകയറ്റം, മതഭീകരരുടെ നുഴഞ്ഞുകയറ്റം കാരണമാവുന്നുണ്ട്. അപ്പോഴും സ്വീഡൻ ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ഭരണമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അവരുടെ നിയമങ്ങളൊക്കെ തന്നെ രാജ്യത്തിന് പുറത്ത് കൃത്യമായ രീതിയിലൊരു അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. ഇത് ഭാരതത്തിന് കൂടെ ഏൽക്കുന്ന ഒരു കാര്യമല്ല ഈ ദേശീയ സംയോജകർ പറഞ്ഞ ഒരു കാര്യം. കാരണം കൃത്യമായി നുഴഞ്ഞുകയറ്റം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെ അതിർത്തികൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യം ശക്തമായ രീതിയിൽ തിരിച്ചടികളൊക്കെ തന്നെ നൽകുന്നുമുണ്ട്. ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധകമാകുന്ന ഒരു കാര്യം കൂടി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതും. രജനി, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റിപ്പോയത് ഇരുകൈയും നീട്ടി ഈ പുറത്തുനിന്നുള്ള കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അവിടുത്തെ ഭരണകൂടത്തിനും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ ആ രാജ്യങ്ങൾ ഓരോന്നായി അനുഭവിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്വീഡൻ ഉപപ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളിപ്പോൾ ഈ വാർത്ത നൽകുവാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി മാറിയിരിക്കുന്നത്. സ്വീഡൻ ഉപപ്രധാനമന്ത്രി വിശദീകരിക്കുന്നത് സ്വീഡിഷ് മൂല്യങ്ങളെ അംഗീകരിക്കാത്ത ആർക്കും ഈ രാജ്യത്ത് നിലനിൽപ്പില്ല, ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഇതൊരു ഇസ്ലാമിക രാജ്യമാണെന്ന് കരുതരുത്. സ്വീഡൻ്റെ രാഷ്ട്രസങ്കല്പത്തെയും അതല്ലെങ്കിൽ അതിൻ്റെ സംസ്കൃതിയെയും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ അവിടുത്തെ മുസ്ലിം ജനങ്ങൾ എത്രയും വേഗം ആ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം, അതിൻ്റെ ടെറിട്ടറിക്ക് പുറത്തേക്ക് പോകണമെന്ന അന്ത്യശാസനം സ്വീഡൻ പോലെ ഒരു രാജ്യം നൽകുകയാണ്. കാരണം വളരെ സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവിടെ ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുകയും അടുത്ത കാലത്ത് അവിടെ ജിഹാദി ശക്തികൾ നടത്തിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളുടെ ഫലമായി ഇപ്പോൾ അവിടെ ഒരു മുസ്ലിം വിരോധം അവിടുത്തെ തദ്ദേശീയരുടെ ഇടയിൽ ഉണ്ടാവുകയും അടുത്ത കാലത്ത് സ്വീഡന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഖുർആൻ കൂട്ടത്തോടെ കത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഏതാണ്ടൊരു 10-20 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം അക്രമ സംഭവങ്ങൾ അവിടെ ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല. കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ലോകത്തിലെ തന്നെ ഏറ്റവും സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ അവിടേക്കാണ് വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഏഷ്യൻ മുസ്ലിം രാഷ്ട്രങ്ങൾ, അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ തൊഴിലിനായി എന്ന പേരിൽ ധാരാളം ആളുകൾ സ്വീഡനിലേക്കും അതോടൊപ്പം തന്നെ ഫ്രാൻസിലേക്കും ഡെൻമാർക്കിലേക്കും ഒക്കെ ആളുകൾ കുടിയേറ്റക്കാരായി എത്തി. ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ
ഇവരെ സ്വീകരിക്കുകയും ബഹുസ്വരതയാണ് ഞങ്ങളുടെ സന്ദേശം എന്ന രീതിയിൽ ഇവർക്ക് വലിയ തോതിലുള്ള ജീവിത സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലുമൊക്കെ ആ നാട്ടിൽ നൽകി. പക്ഷേ അവിടെയെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ സംഭവിച്ചത് അവർ വലിയ തോതിലുള്ള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുകയും മറ്റു മതങ്ങളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ മുസ്ലിം മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ ഞങ്ങളുടെ ഒരു ടെറിട്ടറിയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമായി ജീവിക്കുകയാണെങ്കിൽ അവിടെ മറ്റുള്ള മതവിഭാഗങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മതം പ്രാക്ടീസ് ചെയ്യേണ്ട എന്നൊരു വികാരത്തിലേക്ക് എത്തുകയും അത് പിന്നീട് തദ്ദേശീയരും ഈ കുടിയേറ്റക്കാരും കുടിയേറി വന്ന മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെക്കുകയാണ്. അതിനാലാണ് ഇപ്പോൾ സ്വീഡൻ ഭരണകൂടം ഇത്തരത്തിൽ ഒരു അന്ത്യശാസനം മുസ്ലിം ജനവിഭാഗത്തിന് പൂർണ്ണമായി തന്നെ, അതായത് ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായി അവിടുന്ന് മുസ്ലിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്തവർ, സ്വീഡന്റെ സംസ്കാരത്തെയും അല്ലെങ്കിൽ അതിന്റെ തദ്ദേശീയ സ്വഭാവത്തെയും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം എന്ന ഒരു പരാമർശം നടത്തേണ്ട ഗതികേടിലേക്ക് ആ രാജ്യത്തെ എത്തിച്ചത് ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും ഈ കുടിയേറ്റത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പ്രജ്ഞാപ്രവാഹ അഖില ഭാരതീയ സംയോജക ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് സ്വീഡന്റെ മാത്രം ഒരു സാഹചര്യമല്ല, മറിച്ച് ഫ്രാൻസ് നമുക്കറിയാം ഒരു കാലത്ത് ഏറ്റവും അധികം സോഷ്യലിസം എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യമാണ്. മുസ്ലിം കുടിയേറ്റത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയ ഒരു രാജ്യമാണ്. പക്ഷേ അതേ ഫ്രാൻസ് ഏറ്റവും ഒടുവിൽ ബുർക്ക ഉൾപ്പെടെ നിരോധിക്കുകയും ഫ്രാൻസിന്റെ പല ഭാഗങ്ങളിൽ വാങ്കുവിളി വരെ അവർ നിരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് ലണ്ടനിൽ നടന്നിട്ടുള്ള സംഘർഷം നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. തദ്ദേശീയരും അവിടുത്തെ കുടിയേറ്റ മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാവുകയും അവിടെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അപ്പോൾ ഇത് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒരു വലിയ വികാരം ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സ്വീഡിഷ് ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ശരി, എന്തായാലും സ്വീഡൻ എടുത്ത അതേ നിലപാട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കൈക്കൊള്ളണം.